ചേച്ചി ഇവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? കഷ്ടമുണ്ട് ചേച്ചി. എന്തിനാ കുഞ്ഞിനെ അതിന്റെ അച്ഛനെ നിന്ന് അകറ്റുന്നത്? നിനക്കെല്ലാം അറിയാലോ, പിന്നെന്താ? എനിക്കെല്ലാം അറിയാം, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. രഘുവേട്ടനൊരു പാവോ. ഇനി ആ പാവത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. രഘുവേട്ടന് ചേച്ചി മോളും മാത്രമേ ഉള്ളൂ, അത് മറക്കരുത്. മോനെ രഘു, വാ കഴിക്കാം. ആ, ഇതാ വരുന്നു. എന്താ രഘു ഇത്? ആഹാരം കഴിക്കുന്ന സ്ഥലത്തും ഇത് വേണോ? എന്റെ മോള് വിളിച്ചിരുന്നു ഭാനുമേ. ഇനി ഞാൻ മദ്യപിച്ച് നശിക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. നന്നായി മോനെ. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് തോന്നിയല്ലോ. നാളെ എന്റെ കുഞ്ഞ് വളർന്നു കഴിയുമ്പോഴേ ഈ അച്ഛൻ അവൾക്കൊരു നാണക്കേടാവാൻ പാടില്ല. ഒരു മദ്യപാനിയുടെ മകളായിട്ട് ഒരിടത്തും അവൾ നാണം കെടാനോ മാറ്റി നിർത്തപ്പെടാനോ പാടില്ല. അതുകൊണ്ട് മദ്യം ഇനി എനിക്ക് വേണ്ട. ഇതാ ശരിയായ തീരുമാനം. നീ മറ്റെല്ലാം മറക്കണം. ഭാര്യയുടെയും കുഞ്ഞിന്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കണം. അത് കാണാനാ നിന്നെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ ചെയ്യില്ലേ? എന്റെ മോളുടെ കാര്യം ശരിയാ, പക്ഷേ അമ്പിളി എന്നെ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയില്ല ഭാനുമേ. നീയെന്ന് വെച്ച അമ്പിളിക്ക് ജീവനാ. ഇഷ്ടക്കൂടുതൽ കൊണ്ടാ ഈ സൗന്ദര്യപ്പിണക്കം. മനസ്സുകൊണ്ട് നീ എല്ലാം ഉപേക്ഷിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ തന്നെ അമ്പിളിക്ക് അത് മനസ്സിലാവും. ഭർത്താവിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും സ്നേഹമുള്ള ഭാര്യമാർക്ക് മനസ്സിലാവും. അമ്പിളി ഒരു പാവ. എന്നോടുള്ള സ്നേഹം മാത്രം അവളുടെ മനസ്സിൽ. ഞാൻ അവളുടെ അടുത്തേക്ക് തന്നെ പോകും ഭാനുമേ. എന്നിട്ട് അമ്പിളിയോട് ഞാൻ എല്ലാം ഏറ്റു പറയും. പക്ഷെ അതിനു മുമ്പേ എനിക്കൊരു കടം ബാക്കിയുണ്ട്. അത് തീർക്കാതെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. ആരെയും ദ്രോഹിക്കാതെയും വേദനിപ്പിക്കാതെയാ ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. അത് ഇനിയും അങ്ങനെ തന്നെ വേണമെന്നാ എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ കാരണം ഒരാൾ വിഷമിക്കുമ്പോ അത് കാണാത്ത മട്ടിൽ സന്തോഷിക്കാനോ ആഘോഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഭാനുമേ. പക്ഷെ രഘു, നീ ഈ കളയുന്ന സമയം മുഴുവൻ നിനക്കും അമ്പിളിക്കും ഇടയിലുള്ള അകൽച്ച കൂട്ടുകയേ ഉള്ളൂ.